ഇപ്പോൾ നമുക്കൊപ്പം രക്ഷാപ്രവർത്തകൻ കൂടിയായ ശ്രീ ബിജു കക്കയം ചേരുന്നുണ്ട്. ശ്രീ ബിജു കക്കയം, എന്താണ് ഈ ദുരന്തമുഖത്തെ ഒരു ചിത്രം? ഇന്ന് ഗംഗാവലി കേന്ദ്രീകരിച്ചുള്ള രക്ഷാപ്രവർത്തനത്തിന് തന്നെയാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങേക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മധു, ഇവിടെ ഇപ്പോൾ നടക്കുന്നത് സൈന്യമാണ്. എന്ന് വെച്ചാല് സൈന്യമാണ് ഇവിടെ ഇപ്പൊ കൂടുതലും എല്ലാ കാര്യങ്ങളിലും കേന്ദ്രീകരിച്ച് നടത്തുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ച പുഴയുടെ സൈഡിലുള്ള മണ്ണാണ് ഇപ്പം നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവർ ഡിറ്റക്ടർ വെച്ച് പരിശോധിക്കുന്നുണ്ട്. അതിനനുസരിച്ച് താഴുന്നതിനനുസരിച്ച് അവിടെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോഡ് ഏകദേശം ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം അവിടെ ബാരിക്കേഡ് ഇട്ടിട്ട് അവർ യാത്ര പൂർത്തിയാക്കാനുള്ള, എന്ന് വെച്ചാൽ ഇത് അടച്ചിട്ടിരിക്കുന്ന റോഡ് തുറക്കാനുള്ള ഒരു ശ്രമവും കൂടി ഇതിനിടയിലൂടെ നടക്കുന്നുണ്ട്. ഇന്നിപ്പോ അവിടുന്നുള്ള സന്നദ്ധ പ്രവർത്തകരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സൈന്യവും മറ്റുള്ളവരും, അതായത് ഈ ഉദ്യോഗസ്ഥരും മാത്രം അടങ്ങുന്ന ഒരു രക്ഷാപ്രവർത്തനം എന്നുള്ളതാണോ നിലവിൽ ഭരണകൂടത്തിന്റെ തീരുമാനം? ഇവിടെ സന്നദ്ധ പ്രവർത്തകർക്ക് വലിയ റോള് ഇനി ഇല്ല എന്നുള്ളതിനെ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പൂർണ്ണമായും മിഷനറി വെച്ചിട്ടാണ് ഇവിടെ വർക്കുകൾ നടക്കുന്നത്. അപ്പം ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ഇപ്പം 2 ബറ്റാലിയൻ പോലീസിനെ, എന്നുവെച്ചാൽ കർണാടക പോലീസിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. അപ്പം പറയുന്നതിന് അനുസരിച്ച് 1-2 ആളുകളെ മാത്രം ഇവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ എല്ലാവരെയും ഇവിടെ നിന്ന് പിൻവലിക്കാനാണ് ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ കരയിലുള്ള രക്ഷാപ്രവർത്തനത്തെക്കാൾ കൂടുതൽ പുഴയിൽ തന്നെയാണ് ലോറി അകപ്പെട്ടിട്ടുള്ളത് എന്ന് വിചാരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ ശ്രീ ബിജു കക്കയം? തീർച്ചയായും. കാരണം ഇപ്പം സംശയം പ്രകടിപ്പിച്ചിട്ടുള്ള ഇതിന്റെ ഓരത്തുള്ള, എന്ന് വെച്ചാല് ഈ മണ്ണിടിഞ്ഞ് വന്നിട്ടുള്ള അതിന്റെ കാച്ച്മെന്റ് ഏരിയയിൽ മണ്ണെടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ ഇത് ഇല്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പുഴയിലായിരിക്കണം. ഇന്നലെ MLA ഇവിടെ സ്ഥലം MLA വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അനുസരിച്ച് ഈ പുഴയിൽ ഇറങ്ങി ഇപ്പം ഇവിടെ ഒരു തുരുത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. ആ തുരുത്ത് മുതൽ ഇങ്ങോട്ട് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തനത്തിലേക്ക് പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പരിശീലനം സിദ്ധിച്ച ആളുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു രക്ഷാപ്രവർത്തനം എന്നുള്ളതാണ് അല്ലെ? ഈ കരഭാഗത്ത് ഇനി കിടക്കുന്ന മണ്ണിനടിയിൽ ഒരു ലോറി പെട്ടുപോകാനുള്ള സാധ്യത കുറവാണ് എന്നൊരു നിഗമനത്തിലേക്ക് തന്നെ എത്തേണ്ടതുണ്ടോ? തീർച്ചയായും അങ്ങനെ മാത്രമേ. കാരണം നമ്മളുടെ നിഗമനങ്ങളെല്ലാം തന്നെ തെറ്റായ രീതിയിലാണ്. കാരണം നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് ഈ വാഹനം കിടക്കുന്നത് ഈ ആദ്യം കണ്ട മോളിൽ നിന്ന് ഇടിഞ്ഞു വന്ന മൺതിട്ടയ്ക്കുള്ളിലായിരിക്കും എന്നുള്ള ഒരു നിഗമനമുണ്ടായിരുന്നു. അവിടെ മുഴുവൻ മണ്ണ് നീക്കം ചെയ്ത് കഴിഞ്ഞു. ആ നീക്കം ചെയ്തതിൽ നമുക്ക് ഫലം കണ്ടെത്താൻ കഴിയാഞ്ഞത് കൊണ്ടാണ് നമ്മളിപ്പോ താഴെ ഭാഗത്ത് ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അതും അവിടെയും ഇത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും പുഴയിലേക്ക് ഇറങ്ങിയിട്ടുള്ള, ഇല്ലെങ്കിൽ ഈ പുഴയിലുള്ള മണ്ണിനടിയിൽ ഇത് ഉണ്ടാകും, അല്ലെങ്കിൽ അവിടെ ആയിരിക്കും എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ നിഗമനത്തിലേക്ക് എത്തിച്ചേരേണ്ടി വരും. ശരി, വളരെയധികം നന്ദി ശ്രീ ബിജു കക്കയം സംസാരിച്ചതിന്.